വിലക്കപ്പെട്ട പ്രണയം ഭാഗം 12. അങ്ങനെയിരിക്കുന്ന സമയത്താണ് പിന്നെയും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. പവനാകും എന്നവൾക്ക് അറിയാമായിരുന്നു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ പവൻ. അവൾ പുഞ്ചിരിയോടെ തന്നെ അവനോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. ദാ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. മിസ്സായി പോയാൽ പിന്നെ ഇതിന് പിന്നാലെ നടന്ന് രണ്ടാമത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വല്ലാത്ത മെനക്കേടാണ്. അവളുടെ നേർക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞതും ആമി അനുസരണയോടെ തലയാട്ടി. തനിക്ക് അവിടെ സുഖമാണോ? വീടൊക്കെ നല്ലതാണോ? അവിടെ കുഴപ്പമൊന്നുമില്ല ഏട്ടാ. ആകെ ഒരു മുത്തശ്ശി മാത്രമാണുള്ളത്. അവരെ നോക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തനിക്ക് ഇങ്ങനെ ജീവിതം പാഴാക്കി കളയാതെ ഏതെങ്കിലും ഒരു കോഴ്സെങ്കിലും എടുത്ത് പഠിക്കാമായിരുന്നില്ലേ? ഇനിയും സമയം വൈകിട്ടില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപാണ് പോയിട്ട് അഡ്മിഷനൊക്കെ എടുത്തത്. ആണോ? വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലെന്നതുപോലെയാണ്. പവി പറഞ്ഞതും ആമി പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി അവനും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. ആമി ഇനി എന്നാ തിരിച്ചങ്ങോട്ട്? നാളെ തന്നെ പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഏട്ടൻ വരുന്നതിന് കുറച്ച് സമയം മുൻപ് ബാമേച്ചിയും ഇളയമ്മയും കൂടി ഇവിടെ വന്നിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞതും പവൻ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. അമ്മയും ബാമയും കൂടി വന്നിരുന്നു എന്നോ? എന്തിന്? അവൻ വല്ലാത്തൊരു മുഖത്തോടെ സംശയത്തോടെയാണ് അത് അവളോട് ചോദിച്ചത്. അവർക്കിവിടെ വരെ വരാൻ എന്താവശ്യമാണെന്ന രീതിയിൽ. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഏട്ടൻ വരുന്നതിന് കുറച്ചു മുന്നായിട്ട് വന്നതാണ്. വന്ന് ഇവിടെയൊക്കെ നോക്കി കുറേ കുറ്റം പറഞ്ഞു എന്നെ. പിന്നെ ബാമേച്ചിയുടെ പ്രസവം അടുത്തിരിക്കുവാണെന്നും അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് കുഞ്ഞിനെയും കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് ഈ വീട് അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതും അവന് വല്ലാത്തൊരു നാണക്കേട് പോലെയാണ് തോന്നിയത്. ഇനിയും ഇവർ നന്നായില്ലല്ലോ എന്നോർത്ത് അവളെ നോക്കാനാവാത്ത വിധം അവൻ്റെ തല താഴ്ന്നു പോയിരുന്നു. ഏട്ടൻ അതിനൊന്നും പറയണ്ട. അവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് മുതലേ എനിക്ക് അറിയാവുന്നതാണ്. അതിനനുസരിച്ച് വേണ്ട രീതിയിലുള്ള മറുപടി ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇളയമയുടെയൊക്കെ ഇതല്ല, ഇതിനപ്പുറമുള്ള അഭിനയം വരെ ഞാൻ കണ്ടു കഴിഞ്ഞതാണ്. പിന്നെയാണ് ഇത്. ആമി നിസാരത്തോടെ പറഞ്ഞതും അവൻ അവളെ പാവത്തോടെ നോക്കി. ഏട്ടാ, പിന്നെ ഞാൻ ഈ വീട് വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതുന്നു. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വാടകയ്ക്ക് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. എന്തായാലും ആമിക്ക് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കുക എന്നത് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഞാനും അതേക്കുറിച്ച് തന്നോട് പറഞ്ഞാലോ എന്ന് പലപ്പോഴും ആലോചിച്ചിരുന്നു. പക്ഷേ ഞാനിനി അത് പറഞ്ഞാൽ ആമിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി പറയാതിരുന്നതാണ്. ഇന്ന് ഇളയമ്മയ്ക്ക് പറഞ്ഞപ്പോഴാണ് ഞാനും അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇതിവിടെ വെറുതെ കിടന്ന് നശിഞ്ഞു പോകുന്നതല്ലേ. അവരിവിടെ വന്നപ്പോൾ തന്നെ വീട് മുഴുവൻ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇവിടെ ആകെ അഴുക്കും പൊടിയും ആണല്ലോ എന്നൊക്കെയാണ്. അത് പറഞ്ഞപ്പോൾ ആമി സ്വയം ചിരിച്ചുപോയി. എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? അത്ഭുതത്തോടെ അവളുടെ ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ കാര്യം തിരക്കി. അല്ല, അവർ വരുന്നതിന് കുറച്ച് സമയം മുൻപാണ് ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കി അടിച്ചു തുടച്ചൊക്കെ ഇട്ടത്. എന്നിട്ടാണ് വെറുതെ ഒരാവശ്യമില്ലാതെ വീട് മുഴുവൻ അഴുക്കും പൊടിയാണെന്നൊക്കെ പറയുന്നത്. ചിരിയോടെ ആമി പറയുന്നത് കേട്ടതും പവനും ചിരിച്ചുപോയി. അവരങ്ങനെയാണ് ആമി. അവരെ ഇനി നന്നാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പവൻ പറയുന്നത് കേട്ടതും ആമിക്കും അത് അറിയാവുന്നത് കൊണ്ട് തന്നെ വെറുതെ പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഏട്ടൻ്റെ പരിചയത്തിൽ ആർക്കെങ്കിലും വാടകയ്ക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. എന്തായാലും ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ പോകും. അതിനുള്ളിൽ ആരെങ്കിലും വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടവരെ ആരെങ്കിലും ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അവൻ പറഞ്ഞപ്പോൾ ആമിയും അത് ശരിവെച്ചു. കുറച്ച് സമയം കൂടി ആമിയോട് സംസാരിച്ചു കഴിഞ്ഞ് പവൻ പോകാനിറങ്ങി. അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് പോകുന്നത് അവനൊരു ആകുലതയുണ്ടായിരുന്നു. എങ്കിലും അവൾക്കത് ശീലമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ സമാധാനമായിട്ട് ഇറങ്ങി. ഞായറാഴ്ച തന്നെ തിരികെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം എന്നാണ് ആമി കരുതിയിരുന്നത്. എങ്കിലും വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് പോകാം എന്ന് കരുതി നിന്നതാണ്. ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കും. എങ്കിലും ഇങ്ങനെ ഇരിക്കാനൊരു സുഖം തന്നെയാണ്. അത് താൻ കൂടുതൽ സമയം ഒറ്റയ്ക്കിരുന്ന് ശീലിച്ചതുകൊണ്ടും ആവാം. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ പെട്ടുപോകാതെ വേഗത്തിൽ തന്നെ ആമി ഉറക്കത്തിലേക്ക് പോകാൻ നന്നേ പാടുപെട്ടു. എങ്കിലും ഒടുക്കം എപ്പോഴോ അവളുടെ കണ്ണുകൾ ഉറക്കം കാരണം അടഞ്ഞുപോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നു. ഒന്നമ്പലം വരെ പോകാമെന്ന് കരുതി. ദിനചര്യയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. മാസങ്ങളായിട്ടുണ്ട് ഒന്നമ്പലത്തിലൊക്കെ പോയി ശരിക്ക് പ്രാർത്ഥിച്ചിട്ട്. എങ്കിലും ഉള്ളതിൽ നല്ലൊരു വസ്ത്രം തന്നെ എടുത്ത് അണിഞ്ഞിറങ്ങി ആമി. ഇളയമ്മയുടെ വീടിന് മുന്നിലൂടെ വേണം അമ്പലത്തിലേക്ക് നടന്നു പോകാനായിട്ട്. അത് അവളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. അതിലൂടെ നടന്നു പോകുമ്പോൾ അവരെ കാണല്ലേ എന്ന് മാത്രമാണ് മനസ്സിൽ ചിന്തിച്ചത് മുഴുവൻ. ഭാഗ്യത്തിന് അവരെ കാണേണ്ടി വന്നില്ല. അമ്പലത്തിലേക്ക് പോയി തിരികെ വരുമ്പോൾ മനസ്സാകെ ശാന്തമായിരുന്നു. തിരികെ നടന്നു വരുന്ന വഴി ദാ നിൽക്കുന്നു മുന്നിൽ ബൈക്കുമായിട്ട് പവി. ആമി അമ്പലത്തിലൊക്കെ പോകുമോ? അവളെ കണ്ട് അവൻ തെല്ലും അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. അതിലവനെ കുറ്റം പറയാനും ആവില്ല. കാരണം ഇവിടെ വന്ന് ഇത്രയും നാളായിട്ടും താനാകെ 1-2 തവണ മാത്രമാണ് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ടുള്ളത്. തോന്നിയാൽ പോകും. അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ആമി പറഞ്ഞു. ഏട്ടൻ എവിടെ പോയതാ?
പോയതല്ല, പോകാൻ പോവാണ്, ഒന്ന് കവല വരെ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അത് പറഞ്ഞതും ആമി ഒന്ന് ചിരിച്ചു. ആമി എന്തായാലും വീട്ടിലേക്കല്ലേ, കയറിക്കോ, ഞാൻ വീട്ടിലേക്ക് തരാം. സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുന്ന ബൈക്കിലേക്ക് അവൻ കയറാൻ പറഞ്ഞതും ആമി ഒരു നിമിഷം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്ന് പോയി. പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ പിന്നിലേക്ക് കയറി. ഓരോന്നൊക്കെ സംസാരിച്ച് അവൻ അവളെ വീട്ടിലേക്കാക്കി കൊടുത്തു. രണ്ടുപേരും അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ തങ്ങളെ മാത്രം ശ്രദ്ധിച്ചു നിൽക്കുന്ന ആ കണ്ണുകളെ രണ്ടുപേരും കണ്ടിരുന്നില്ല. വാടകയ്ക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഞാൻ രാമേട്ടൻ്റെ ചായക്കടയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നും പറഞ്ഞുമൊക്കെ ആരെങ്കിലും ആയിട്ട് വരും. പവി പറഞ്ഞതും ആമി തലയാട്ടി. അത് പറഞ്ഞതിന് ശേഷം അവൻ നേരെ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. ആമി അകത്തേക്ക് കയറി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. അടുക്കളയിൽ അങ്ങനെ ജോലി ചെയ്തു നിൽക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇത് ആര് വിളിക്കാനാണെന്ന് സംശയത്തോടെ ചിന്തിച്ചുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാൻ മുറിയിലേക്ക് എത്തിയത്. സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പേരും മുഖവും കണ്ടപ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മുത്തശ്ശിയാണ്. ഇന്നലെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയെ ഒരു തവണ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഹലോ മുത്തശ്ശി. ആമി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് സന്തോഷത്തോടെ തന്നെ മുത്തശ്ശിയെ വിളിച്ചു. ഓ, മുത്തശ്ശിയെ ഓർമ്മയുണ്ടല്ലോ, ഭാഗ്യം. അവളെ കളിയാക്കുന്ന രീതിയിൽ മുത്തശ്ശി അതാണ് തിരികെ പറഞ്ഞത്. അതെന്താ മുത്തശ്ശി അങ്ങനെ ഒരു സംസാരം? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇന്നലെ ഇവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ആകെ ഒരു തവണയാണ് നീ എന്നെ വിളിച്ചത്. ഇവിടെ കാണുമ്പോൾ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഒന്നും വേണ്ടല്ലോ. മുത്തശ്ശി കള്ളപ്പരിഭവം കാണിച്ചുകൊണ്ട് അവളോട് പിണങ്ങി. ഇവിടെ കുറച്ച് തിരക്കിലായിരുന്നു മുത്തശ്ശി, അതുകൊണ്ടാണ് വിളിക്കാൻ കഴിയാതിരുന്നത്. ഞാനെന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് ഇന്നങ്ങോട്ട് വിളിക്കണമെന്ന് കരുതി തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശി ഇങ്ങോട്ട് വിളിച്ചത്. ആമി പറഞ്ഞതും മുത്തശ്ശി ശരി ശരി എന്ന രീതിയിലൊന്ന് മൂളി. പിന്നെ അവിടെ എന്താണ് വിശേഷം? ഞായറാഴ്ചയായിട്ട് പള്ളിയിലൊക്കെ പോയോ? ഉവ്, പള്ളിയിലേക്ക് പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോഴാണ് നിന്നെ ഓർത്തത്. അപ്പോൾ എന്തായാലും ഒന്ന് വിളിച്ചേക്കാമെന്ന് കരുതി. ഇന്നലെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ. സാറ് വന്നോ? അത് അവൾ അല്പം പരിങ്ങലോടെയാണ് ചോദിച്ചത്. ഏത് സാറ്? എബിയോ? മുത്തശ്ശി തിരികെ ചോദിച്ചതും ആമി അതേ എന്ന രീതിയിലൊന്ന് മൂളി. അവൻ വന്നിട്ടില്ല, എന്നെ വിളിച്ചിട്ടുമില്ല. വരുമ്പോൾ വരട്ടെ. മുത്തശ്ശി അങ്ങോട്ട് വിളിച്ചു നോക്കിയില്ലേ? എന്തിന്? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തോന്നുമ്പോൾ വരട്ടെ ഇനി. അവളുടെ ചോദ്യങ്ങൾക്ക് മുത്തശ്ശി അല്പം കനപ്പിച്ച് തന്നെയാണ് മറുപടി കൊടുത്തത്. അത് കേട്ടപ്പോൾ ആമിക്കെന്തോ താൻ കാരണമാണോ അവർക്കിടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നൊരു തോന്നൽ വന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴും ആമിയുടെ മനസ്സിൽ എബി ഒരു ചോദ്യചിഹ്നമായി തന്നെ നിന്നു. 2 ദിവസം കൂടി ആമി അവിടെ തന്നെ നിന്നു. എങ്കിലും വാടകയ്ക്കാരും വന്നില്ല. ഇനിയും നിന്നാൽ ശരിയാവില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആമി ചൊവ്വാഴ്ച തന്നെ തിരികെ കീരിപ്പാറയിലേക്ക് വണ്ടി കയറിയിരുന്നു. അവളെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് പോലെയായിരുന്നു എത്തിയപ്പോൾ ഉള്ള മുത്തശ്ശിയുടെ പെരുമാറ്റവും മറ്റും. കയറി വന്നപ്പോൾ തന്നെ മുറ്റത്ത് എബിയുടെ വണ്ടി കാണാതായപ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായിരുന്നു. നിന്റെ വീട് കൃത്യമായിട്ട് എവിടെയാ കൊച്ചേ? ആമിയോട് മുത്തശ്ശി വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയം അവളോട് കുശലം ചോദിക്കും പോലെ ചോദിച്ചു. എറണാകുളത്ത് വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്രമാത്രം പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് അവസാനിപ്പിച്ചു ആമി. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ അവൾക്ക് താല്പര്യമില്ല എന്നത് മുത്തശ്ശിക്ക് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് തന്നെ മുത്തശ്ശി അവളെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. എനിക്ക് ചിലപ്പോൾ ഒന്നുകൂടി അങ്ങോട്ട് പോവേണ്ടി വരും കേട്ടോ മുത്തശ്ശി. എന്താ കാര്യം? ഞാനെന്തായാലും ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് അവിടെയുള്ള വീട് വെറുതെ ഇട്ടിരിക്കുവാണ്. അതുകൊണ്ട് അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. പറ്റിയ വാടകക്കാരെങ്കിലും വരുവാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് അവിടെ വരെ ചിലപ്പോൾ ഒന്ന് പോകേണ്ടി വരും. ആമി കാര്യം വിശദമായി പറഞ്ഞതും അതിന് മുത്തശ്ശി ഒന്ന് തലയാട്ടി. കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അന്ന് രാത്രി ഏകദേശം നല്ല രീതിയിൽ ഉറക്കം പിടിച്ചുറങ്ങിയിരുന്ന സമയം പെട്ടെന്നാണ് നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ആമി അത് കേട്ടപ്പോൾ തന്നെ കണ്ണു തുറന്നിരുന്നു. എഴുന്നേറ്റ് പോകാൻ നിന്നില്ല. ഫോണിൽ സമയമെടുത്ത് നോക്കിയപ്പോൾ സമയം രാത്രി 1 മണിയായിട്ടുണ്ട്. വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ആമി എഴുന്നേറ്റു. ആമി വാതിൽ തുറന്ന അതേ സമയം തന്നെ മുത്തശ്ശിയും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിരുന്നു. ആമി തന്നെ മുന്നിലേക്ക് നടന്ന് ജനൽ വഴി ആരാണെന്ന് നോക്കി. പക്ഷേ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ ജനലിനപ്പുറത്തുള്ളതൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്നു. മുന്നിൽ ഹൂഡി കൊണ്ട് തലയൊക്കെ മൂടിയ രീതിയിലൊരു രൂപം. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾക്കത് ആരാണെന്ന് മനസ്സിലായില്ല. അവൻ തലയിലെ ഹൂഡി മാറ്റി മുഖത്ത് വെച്ചിരുന്ന മാസ്കും. മുന്നിൽ നിൽക്കുന്നവളെ മറികടന്ന് മുത്തശ്ശിയെ മാത്രം ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറി. മുത്തശ്ശിയെ നോക്കിയപ്പോൾ മുത്തശ്ശി തിരികെ മുറിയിലേക്ക് നടന്നിരുന്നു. വാതിലടച്ച് ആമിയും മുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ആമിയുടെ കണി എബിയായിരുന്നു. ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് ഹാളിൽ തന്നെ ഇട്ടിരിക്കുന്ന സോഫയിലിരുന്ന് പത്രം വായിക്കുന്നവനെയാണ്. അവൻ ചുറ്റുമുള്ളതൊന്നും നോക്കാതെ പത്രം വായിക്കുന്ന തിരക്കിലാണ്.
നേരെ അടുക്കളയിൽ പോയി മുത്തശ്ശിക്ക് വേണ്ട ഓട്സൊക്കെ ഉണ്ടാക്കി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് ആമി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി ഈ സമയം കണക്കെഴുതുന്ന തിരക്കിലായിരിക്കും എന്നവൾക്കറിയാം. വാ മുത്തശ്ശി, ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആമി വന്ന് മുത്തശ്ശിയെ കഴിക്കാൻ വിളിച്ചു. അതെടുത്ത് മാറ്റി വെച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം, നീ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്. മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞതും ആമി മുത്തശ്ശിക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റി എന്ന രീതിയിൽ നോക്കി. പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആമി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മുത്തശ്ശി എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അങ്ങനെയുള്ളപ്പോൾ വെറുതെ മുത്തശ്ശിയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്നത് ആമി ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിയതാണ്. ആമി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവളോട് മുത്തശ്ശി പറഞ്ഞതും ശേഷം അവൾ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നിരുന്ന ഓട്സ് എടുത്ത് തിരികെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുന്നതെല്ലാം എബി സോഫയിലിരുന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതും എബി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. അവിടെ ബെഡിലിരിക്കുന്ന മുത്തശ്ശിയുടെ കാൽച്ചുവട്ടിലേക്ക് അവനിരുന്നു. ഒന്നും മിണ്ടിയില്ല മുത്തശ്ശി. അമ്മാമ്മേ, വേണ്ട, എന്നെ വിളിക്കണ്ട നീ, ഇടറിപ്പോകുന്ന ശബ്ദത്തോടെ പറഞ്ഞ് അവർ അവനിൽ നിന്നും അകന്നു മാറി. അമ്മാമ്മേ സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇതെത്രാമത്തെ തവണയാണ് എബി നീ ഇത് പറയുന്നത്? ഈ വീട് വിട്ട് നീ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ തീയാണ്. എങ്ങോട്ടാണെന്ന് പറയില്ല, വിളിയില്ല, പറച്ചിലില്ല. മുത്തശ്ശി വിങ്ങുന്ന മനസ്സോടെയാണ് പറയുന്നതെങ്കിലും വാക്കുകളിൽ ഗൗരവമായിരുന്നു. മുത്തശ്ശി ഇത്രയൊക്കെ പറഞ്ഞിട്ടും എബി തിരികെ ഒന്നും മിണ്ടിയില്ല. അത് കണ്ടതും മുത്തശ്ശിക്കും ആകെ വിഷമമായി. ഞാൻ പറഞ്ഞത് എൻ്റെ കൊച്ചിന് വിഷമമായില്ലേ? അങ്ങനെ തന്നെ നിലത്തിരുന്ന് തൻ്റെ മടിയിലേക്ക് തലവെച്ച് കിടക്കുന്നവൻ്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ടവർ ചോദിച്ചു. അമ്മാമ്മ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? പല കാര്യങ്ങളിലും എനിക്കിപ്പോഴും പഴയ സ്വഭാവം തന്നെയാണ്. അതിൽ നിന്ന് മാറാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിലെ ശീലിച്ച കാര്യങ്ങൾ മറക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നു, അല്ലേ അമ്മാമ്മേ? അവൻ്റെ വിഷമത്തോടെയുള്ള ചോദ്യം കേട്ടതും മുത്തശ്ശി അവൻ്റെ തലയിലൊന്ന് തലോടി. അവനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പല ആവർത്തി മനസ്സിൽ അവർ ചിന്തിച്ചു പോയി. അവൻ എങ്ങോട്ടാണ് പോയതെന്നറിയാതെ ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത്. പക്ഷേ അവൻ്റെ ചില സമയത്ത് പെരുമാറ്റം കാണുമ്പോൾ ആകെ ഒരു ദേഷ്യം തോന്നിപ്പോകും തനിക്ക്. കാരണം അത്തരത്തിലാണ് പെരുമാറുക. അവൻ വളർന്നു വന്ന ചുറ്റുപാടും വളർത്തിയ ശൈലിയും അങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് കുറച്ച് ദിവസം മുൻപും ഇവിടെ സംഭവിച്ചത്. എബി, ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ, നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഒരു തവണ നമുക്കെതിരെ നിൽക്കുന്ന ആളുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, എന്നിട്ടേ എന്തെങ്കിലും പറയാവൂ. മനസ്സിലായോ? അങ്ങനെ തന്നെ ഇരുന്ന് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചതും അവനൊന്ന് മൂളി. എനിക്ക് ആ കുട്ടിയോട് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി, പക്ഷേ എന്തോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ശ്രമിക്കാം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കും പോലെ പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും മുത്തശ്ശിയെ കാണാതെ വന്നതും മുറിയിലേക്ക് വന്ന ആമി കാണുന്നത് മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് മുത്തശ്ശിയോട് ഓരോന്ന് സംസാരിക്കുന്ന എബിയെയാണ്. ഒരു വേള അത് കണ്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അത്രയും വലിയൊരുത്തൻ മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് പരിഭവം പറയുന്നു. ആമി പിന്നെ അവരുടെ ഇടയിലേക്ക് ശല്യമാവണ്ടെന്ന് കരുതി അപ്പോൾ തന്നെ ഇറങ്ങിപ്പോന്നു. എനിക്ക് നീ കഴിഞ്ഞല്ലേ ആരുള്ളൂ, പിന്നെ ആമി, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ആരുമില്ലെന്ന് അറിയില്ലേ നിനക്ക്? മുത്തശ്ശി പറഞ്ഞതും എബി തലയുയർത്തി അതെന്താണെന്ന രീതിയിൽ മുത്തശ്ശിയെ നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവൾക്ക് ആരുമില്ല, അച്ഛനും അമ്മയും ആരുമില്ല, പാവം. മുത്തശ്ശി അങ്ങനെ പറയുന്നത് കേട്ടതും എബി അങ്ങനെ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ചു. എപ്പോഴോ മുത്തശ്ശി തന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ആരുമില്ലെന്ന്. അന്ന് താനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ അത് ശരിക്കും അങ്ങനെ ആയിരുന്നോ? ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോയി അവൻ. കുറച്ചു സമയം കൂടി മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി. അവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആമി അങ്ങോട്ട് വന്നത്. ഇനിയെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കുമോ? ആമി തമാശയോടെ ചോദിച്ചതും മുത്തശ്ശി വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. എബിയും മുത്തശ്ശിയുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.